നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പാറപ്പറമ്പ് പണ്ടാരച്ചിറയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തട്ടാരപ്പുരക്കൽ 31 വയസ്സുള്ള സന്ദീപിനാണ് വെട്ടേറ്റത്. ചേർപ്പ് പ്രിയം ബീറ്റ് സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 27ാം ഓർമ്മദിനം ആചരിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളി കന്യാസ്ത്രീകളായ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നിവരെ മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധ റാലി, പ്രാർത്ഥനാ യജ്ഞം എന്നിവ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചേർപ്പ് പാറപ്പറമ്പ് പണ്ടാരച്ചിറയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തട്ടാരപ്പുരക്കൽ 31 വയസ്സുള്ള സന്ദീപിനാണ് വെട്ടേറ്റത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ട കരുവന്നൂർ പുത്തൻപുരക്കൽ 23 വയസ്സുള്ള അക്ഷയ്, സുഹൃത്ത് ചെറിയപാലം സ്വദേശി കണ്ണൻ എന്നിവർ ചേർന്ന് പണ്ടാരച്ചിറയിലുള്ള സന്ദീപിന്റെ വീട്ടിലെത്തി കഴുത്തിലും കൈകളിലും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇയാൾ ചികിത്സയിലാണ്. ചേർപ്പ് പോലീസ് പ്രതിയായ അക്ഷയനെ കസ്റ്റഡിയിലെടുത്തു. ചേർപ്പ് പ്രിയം ബീറ്റ് സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 27ാം ഓർമ്മദിനം ആചരിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. 1975 ഞാൻ അതിലേക്ക് വരാനായി പറഞ്ഞത് 75 ഭരതേട്ടൻ തന്നെ എഴുതിയ കഥ അദ്ദേഹത്തിന്റെ സ്നേഹിതനും എന്നറിയപ്പെടുന്ന സാഹിത്യകാരനുമായിരുന്ന പത്മരാജനെ കൊണ്ടുവന്ന് അതിന് തിരക്കഥി സംഭാഷണം എഴുതിച്ച് ഭരതേട്ടൻ തന്നെ നിർമ്മിച്ച് സംവിധാനം ചെയ്ത പ്രയാണം സിനിമയുടെ 50ാം വർഷമാണ്. ജൂൺ മാസത്തിലെ ഏതൊരു ദിവസമാണ് പ്രയാണം നടക്കുന്നത്. അപ്പൊ ഇപ്പോൾ ജൂലൈ 30. അപ്പൊ ഇപ്പോൾ നോക്കുമ്പോൾ പ്രയാണം എന്ന ചലച്ചിത്രം ഇറങ്ങിയിട്ട് 50 വർഷവും 1 മാസവും കഴിഞ്ഞു. അപ്പോൾ ഭരതൻ എന്ന സംവിധായകന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ സ്വതന്ത്ര സംവിധായകൻ എന്ന രീതിയിലുള്ള 50ാമത്തെ വർഷത്തിലാണ് ഈ 27ാം ഓർമ്മദിനം നമ്മൾ ആചരിക്കുന്നത്. ഭരതൻ അദ്ദേഹം വേറൊരു ടെക്നിക്കലി പറയാവുന്ന ഒരു ഡയറക്ടറല്ല. അദ്ദേഹം ചിത്രകാരനാണ്, ശില്പിയാണ്, സംഗീതം നല്ലപോലെ കൈകാര്യം ചെയ്യുന്ന ആളാണ്, നല്ല സാഹിത്യം അഭ്യസിച്ചതാണ്. ഈ 4 ഘടകങ്ങളാണ് സിനിമ എന്ന സാങ്കേതിക വിദ്യയിൽ അദ്ദേഹം പ്രവർത്തിച്ചു വിജയിച്ചത്. സുരേഷ് ബാബു പ്രിയം ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ, സാംസ്കാരിക പ്രവർത്തകൻ KB പ്രമോദ് എന്നിവരെ ആദരിച്ചു. അഖില കേരള ബാലജന സഖ്യം ഒരുക്കിയ ചമയം ചിത്രരചനാ മത്സര വിജയികൾക്ക് ഉപഹാരങ്ങൾ നൽകി. തുടർന്ന് ഭരതന്റെ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ദേവരാഗം സംഗീത സന്ധ്യ അരങ്ങേറി. സുരേഷ് ബാബു, U മഹേഷ് നായർ, സജീഷ് PK, ഉണ്ണികൃഷ്ണൻ, പ്രദീപ് ചൊവ്വൂർ, രവി, അക്ഷര മണികണ്ഠൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു.
ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളി കന്യാസ്ത്രീകളായ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നിവരെ മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അമ്മാടം CLC അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി, പ്രാർത്ഥനായജ്ഞം എന്നിവ സംഘടിപ്പിച്ചു. വികാരി റവറന്റ് ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, ജീവകാരുണ്യം രംഗങ്ങളിൽ മികച്ച സേവനം നടത്തുന്ന അസീസി സിസ്റ്റേഴ്സ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് തടവിലാക്കപ്പെട്ട രണ്ടുപേരും. ഇത്തരം നടപടി സൗഹാർദ്ദാന്തരീക്ഷം വഷളാക്കാനിടയാക്കും. ന്യൂനപക്ഷങ്ങളെ ഭീതിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് അവർക്ക് ഭരണഘടന നൽകുന്ന അവകാശത്തിന് വിരുദ്ധമാണെന്നും കേന്ദ്ര സർക്കാർ ജാഗ്രതയോടെ ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CLCയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് ഇടവകാംഗങ്ങൾ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്രിസ്റ്റോ തേക്കാനത്ത്, കൈക്കാരന്മാർ, CLC ഭാരവാഹികളായ ലൈജോ പെരിഞ്ചേരി, റോബി ഡേവിസ്, ഫ്രാങ്കോ ഫ്രാൻസിസ്, അലക്സ് ഡേവിസ്, ഡെൻസി ജിൻസൺ, PV ജോസ്, മാത്യു ലൂയിസ്, ജോഷി മഞ്ഞളി, വിൽസൺ, റിജോ കൊമ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആദ്യാക്ഷരം പഠിപ്പിച്ച പ്രഥമ വിദ്യാലയത്തിന് പൂർവ്വ വിദ്യാർത്ഥിയുടെ സമ്മാനം. പെരിഞ്ചേരി LP സ്കൂളിൽ 7 ലക്ഷം രൂപ ചെലവിൽ ഓപ്പൺ ഓഡിറ്റോറിയം ഒരുക്കുകയാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥി. പെരിഞ്ചേരി LP സ്കൂളിൽ 7.5 പതിറ്റാണ്ട് മുൻപ് 1ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അവിണിശ്ശേരി കല്ലൂർ മനക്കൽ KK ശശികുമാർ തന്റെ ഭാര്യ വത്സയുടെ പേരിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. അധ്യാപകനായിരുന്ന KSK നമ്പൂതിരിപ്പാട് എന്നറിയപ്പെട്ട കുമാരൻ നമ്പൂതിരിയുടെ മകനായ ശശികുമാർ ദുബായിലെ വ്യവസായിയും എഞ്ചിനീയറുമാണ്. മുൻപ് സ്കൂളിൽ സന്ദർശനം നടത്തിയ ശശികുമാർ കുട്ടികൾ നിലത്തിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നത് കണ്ട് 200-ലധികം വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനാവശ്യമായ മേശയും കസേരയും നൽകിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒല്ലൂർ പഠിച്ചു, തൃശ്ശൂർ സെൻറ് തോമസിൽ പഠിച്ചു, NIT വാറങ്കലിൽ അവിടെ പോയി എൻജിനീയറിംഗ് പഠിച്ചു. പക്ഷേ ഇന്നും ഒരു ഗൃഹാതുരത്തായിട്ട് നോസ്റ്റാൾജിയായിട്ട് ഓർമ്മ വരുന്നത് പെരിഞ്ചേരി LP സ്കൂളാണ്. കാരണം ആ പ്രായത്തിൽ ഇപ്പോൾ പല കൂട്ടുകാരും ഇല്ല, പലരും മരിച്ചുപോയി തോന്നുന്നുണ്ട്. പക്ഷേ ആ കാലത്തെ ജീവിതമാണ് ഇപ്പോഴും ഒരു മധുരമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുക. അതൊക്കെ ഒരു സ്കൂളിൽ പഠിക്കാൻ മെക്കാനിക്കലായിട്ട് പോകും. അതാണ് ഈ സ്കൂളിനോട് എനിക്ക് ഇന്നൊരു ബിൽഡിങ്ങൊക്കെ മാറിക്കഴിഞ്ഞു, പക്ഷേ പെരിഞ്ചേരി സ്കൂൾ എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോഴും മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട്. അതാണ് കുളിക്കാൻ പിന്നെ വന്നത് 2023 അന്ന് ഞങ്ങളുടെ 50th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിയപ്പോഴാണ് അനിയൻ പറഞ്ഞ സ്കൂളുകാർ പറഞ്ഞിരുന്നു അന്ന് അവിടെ കുട്ടികളൊക്കെ നിലത്തിരുന്നാൽ ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഓക്കെ, എത്ര വേണ്ട വെച്ചാൽ ബെഞ്ചും കസേരകളും ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ് അത് കൊടുത്തു. പിന്നെ അത് കാണാൻ വേണ്ടി എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി വന്നു. അത് ഇപ്പോൾ 1957 പോയ പിന്നെ ഞാൻ വന്നത് 2023. പിന്നാലെയാണ് ഓഡിറ്റോറിയം പണി കഴിപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. പിന്നീട് 7 ലക്ഷം രൂപ ചെലവിൽ 3260 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചു നൽകിയത്. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഇവരിങ്ങനെ പറഞ്ഞത് ഒരു ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു, കുട്ടികൾക്ക് ഇരിക്കാം, പിന്നെ ഒരു പരിപാടി പല പരിപാടികളും നടത്താം ഓഡിറ്റോറിയം ഉണ്ടാകുമ്പോൾ. അപ്പോഴാണ് ആശയങ്ങൾ വരിക എന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സ്പോൺസറെ കാണാമെന്ന് പറഞ്ഞപ്പോൾ അത് ഇവർക്ക് എങ്ങനെയാണ് സ്പോൺസർ എന്ന് പറഞ്ഞു. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനത് പിറകായിട്ടൊന്ന് സംസാരിച്ചിരുന്നു എന്താ വേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവരോട് ഇവിടെ വരും നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് സ്കൂളിലെ ഹെഡ് മാഷും പിന്നെ ഇവിടുത്തെ അധികാരികളും കമ്മിറ്റിക്കാരും കൂടി ഇവിടെ വരികയും അപ്പോൾ തന്നെയാണ് ചേട്ടൻ പറയുന്നത് ഞാൻ തന്നെ സ്പോൺസർ ചെയ്യാം. അപ്പോഴേക്ക് ചേട്ടൻ്റെ വൈഫ് മരിച്ചിരുന്നു, അതിൻ്റെ പേരിൽ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. മുഴുവൻ നിങ്ങളാരും ഒരാളും ഇതിൽ ഒരു പിരിവെടുക്കുക. അപ്പോഴേക്ക് ഇവർ കുറച്ച് പിരിവെടുത്തിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു അത് പറ്റില്ല, അത് തിരിച്ചു കൊടുക്കണം, മുഴുവൻ സംഖ്യ ഞാൻ തന്നെ തരുന്നു. അങ്ങനെയാണ് ഇതൊരു യാഥാർത്ഥ്യമായത്. എന്തായാലും ഇത് ഒരു വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. എന്താ വെച്ചാൽ എന്താ പറയുക, നമ്മൾ എല്ലാവരും ഈ ലോകത്തിൽ ജീവിക്കണല്ലോ സൗഹാർദ്ദത്തോടു കൂടി. അപ്പോൾ ഉള്ളവനില്ലാത്തവന് കൊടുക്കുക എന്നുള്ളൊരു തത്വമുണ്ടല്ലോ ശരിക്കും. അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഏതായാലും വലിയ സന്തോഷമുണ്ട്, ഇങ്ങനെ സ്കൂൾ കാണുമ്പോൾ ഉള്ള സന്തോഷമുണ്ട്. ഒല്ലൂർ വൈലോപ്പിള്ളി GVHSS സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മേയർ MK വോഗീസ് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ SSLC VHSE വിഭാഗങ്ങൾ കരസ്ഥമാക്കിയ ഉജ്ജ്വല വിജയത്തിന്റെ ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോകൾ സമ്മാനിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി പുരസ്കാര വിതരണം നിർവഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളി പെരിഞ്ചേരി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ NK രമേശ്, ഒല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ PR ജോൺ, PTA പ്രസിഡന്റ് ഷീബ ജോജി, MPTA പ്രസിഡന്റ് ലൈബി വർഗീസ്, പ്രിൻസിപ്പൽ വിജന AV, പ്രധാനാധ്യാപിക ഗീതാദേവി എന്നിവർ സംസാരിച്ചു.
കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. സിവിൽ സപ്ലൈസ് സംഭരിച്ച നെല്ലിന്റെ വില ലഭ്യമാവാത്തതിൽ പ്രതിഷേധിച്ചും കൃഷി ചെലവിന്റെ ക്രമാതീതമായ വർധനവിന് അനുസൃതമായി നെല്ലുവില വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PR വോഗീസ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PK ഡേവിസ്, MM അവരാച്ചൻ, KV സജു, PI സജിത, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സെബി ജോസഫ്, K രവീന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ M ബാലാജി, ഗീത ഗോപി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TV ഹരിദാസ്, MN സത്യൻ, MA ഹാരിസ് ബാബു, TG ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. സമരത്തിൽ നൂറുകണക്കിന് കർഷകർ പങ്കെടുത്തു. അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ കഥോത്സവം സംഘടിപ്പിച്ചു. ALP വെള്ളാനി സ്കൂളിലെ ടീച്ചർ കവിത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുട്ടികളുടെ രസകരമായ കഥകൾ, കഥാഗാനങ്ങൾ എന്നിവ അടങ്ങിയ കലാപരിപാടികൾ നടന്നു. ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി റീമ ടീച്ചർ, സീനിയർ ടീച്ചർ ഷീജ എന്നിവർ സംസാരിച്ചു. തൃശൂർ കുർക്കഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി യുവാവ് പിടിയിൽ. വെങ്ങണിശ്ശേരി സ്വദേശി ശരത്താണ് നെടുപുഴ പോലീസിന്റെ പിടിയിലായത്. 2 ഗ്രാം 820 മില്ലി MDMA ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഛത്തീസ്ഗഡിൽ അന്യായമായി അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ എത്രയും വേഗം വിട്ടയക്കണമെന്നും ഭരണഘടനയെ സംരക്ഷിക്കണമെന്നും മതേതരത്വം കാത്തുസൂക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒല്ലൂർ ഫൊറോന കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫൊറോന തല പ്രതിഷേധ കൂട്ടപ്രാർത്ഥനാ റാലി സംഘടിപ്പിച്ചു. ഒല്ലൂർ മേരി മാതാ പള്ളി വികാരി പ്രൊമോട്ടർ ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഫൊറോന പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. അതിരൂപത കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ഷിൻഡോ പാലക്കൽ, ഫൊറോന കൌൺസിൽ സെക്രട്ടറി EJ ആന്റണി, രൂപത വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ ഗ്ലോബൽ സെക്രട്ടറിയുമായ തൊമ്മി പിടിയത്ത്, ഒല്ലൂർ സെയിന്റ് മേരീസ് കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഹാംബലിൻ, ഒല്ലൂർ ഫൊറോന സെക്രട്ടറി ഫ്രാൻസിസ് തറയിൽ, പോളി കുളങ്ങര, കരോളി ജോഷുവ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ ഫൊറോന ഭാരവാഹികളായ ടോണി എടത്തിരുത്തിക്കാരൻ, ഔസഫ് കോടനൂർ, VP സേവ്യർ, മേഴ്സി ആന്റണി, വിൽസൺ കാക്കശ്ശേരി, സിജോ അറക്കൽ, ഡേവി പടിക്കല എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ശ്രീരാമ ഭക്തസേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തും. വലപ്പാട് മണപ്പുറം ഫിനാൻസ് സംയുക്തമായാണ് ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത്. കർക്കിടകം 16 ഓഗസ്റ്റ് 1 രാവിലെ 8 മണി മുതൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും. തൃപ്രയാർ ദേവസ്വം ക്ഷേത്ര മാനേജർ മനോജ് K നായർ ഉദ്ഘാടനം നിർവഹിക്കും. ഈ വർഷം 2000-ഓളം ആളുകൾക്കാണ് കഞ്ഞി വിതരണം ചെയ്യുന്നത്. തൃപ്രയാർ ശ്രീരാമ ഭക്തസേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ, സെക്രട്ടറി ലക്ഷ്മി സന്തോഷ്, സുധീർ ആലക്കൽ, രക്ഷാധികാരി വിജയകുമാർ മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. ശ്രീരാമ ഭക്തസേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഔഷധ സേവാ ദിനത്തിൽ കർക്കിടകം 16 2025 ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ഔഷധക്കഞ്ഞി വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നു. ശ്രീരാമ ഭക്ത സേവാ സമിതിയും മണപ്പുറം ഫിനാൻസ് വലപ്പാടും സംയുക്തമായാണ് ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത്. ദേവസ്വം ക്ഷേത്രം മാനേജർ മനോജ് K നായർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ 1500-2000 ആളുകൾക്കോളം ഔഷധക്കഞ്ഞി വിതരണം നടത്തിയിട്ടുണ്ട്. ഈ വർഷം 2000 പേർക്കാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. SSF 32ാമത് എഡിഷൻ തൃശൂർ ജില്ലാ സാഹിത്യോത്സവ് 2025 ഓഗസ്റ്റ് 1 വാടാനപ്പള്ളിയിൽ തുടക്കമാകുമെന്ന് സംഘാടകർ തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ 1500 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഓഗസ്റ്റ് 1 പ്രധാന വേദിയായ മാദർ സ്കൂളിൽ പതാക ഉയർത്തൽ നടക്കും. തുടർന്ന് നടക്കുന്ന ആത്മീയ സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ, അബ്ദുൽ സലാം മുസ്ലിയാർ ദേവർശാല, IMK ഫൈസി, അബ്ദുള്ളക്കുട്ടി ഹാജി എന്നിവർ സംസാരിക്കും. SSF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സാദിഖ് നിസാമി, അഡ്വക്കേറ്റ് PU അലി, KB ബഷീർ എന്നിവർ സംബന്ധിക്കും. സമാപന സമ്മേളനം മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴേപ്പറ മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ, SSF ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ഖാദിരി, CN ജാഫർ, PSK മൊയ്തു ബാഖവി മാടവന, സയ്യിദ് ഫസൽ തങ്ങൾ, അബ്ദുൽ നസർ കല്ലയിൽ, ജാഫർ ചേലക്കര, ബഷീർ അഷ്റഫി, ഹാഫിൽ അബ്ബാസ് സഖാഫി, ഹുസൈൻ ഫാളിലി, KM അനിൽ, ശ്രീചിത്രൻ, ഉമൈർ ബുഖാരി, യാസിൻ സിദ്ദിഖ് നൂറാനി എന്നിവരും പങ്കെടുക്കും. മൻസൂർ ഫാളിലി, ഉമ്മർ ഹാജി നാട്ടിക, മുഹമ്മദ് അലി, ഷിഹാബ് സഖാഫി, മഹദൂം സഅദി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചു.
ദേശീയപാത 66 നിർമ്മാണത്തിലെ അപാകത മൂലം രൂക്ഷമായ പൊടിശല്യം കാരണം വ്യാപാരികൾക്കും യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുളവാക്കുന്നതായും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാളമുറി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് കൊച്ചുവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. കാളമുറിയിൽ ഒറ്റവരിയിലുണ്ടായിരുന്ന ഗതാഗതം കിഴക്കുവശത്ത് റോഡ് ടാറിംഗ് നടത്താതെ തുറന്നുകൊടുത്തതുമൂലം പൊടിശല്യം രൂക്ഷമാവുകയും പരിസര പ്രദേശത്ത് ഒരാൾക്ക് പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും ഇതുമൂലം പല കടകളും തുറന്ന് പ്രവർത്തിക്കുന്നില്ലെന്നും ശാശ്വത പരിഹാരം കാണണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. CJ സെയ്ദ് മുഹമ്മദ്, PA ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷി കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം സ്ഥാപിച്ച കരുണ ഭവൻ റീഹാബിലിറ്റേഷൻ വില്ലേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. ഹോട്ട്പാക്ക് MD അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം നിർവഹിക്കും. ബുസ്താൻ സെക്രട്ടറി PK മുഹമ്മദ് അധ്യക്ഷത വഹിക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ജാമിയ ബുസ്താനുൽ ഉലൂം സ്ഥാപനങ്ങളുടെ ഫാമിലി മീറ്റ് ആരംഭിക്കും. MLA ET ടൈസൺ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി കരുണാഭവന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. ആസാ ഗ്രൂപ്പ് MD CP സാലിഹ്, മുഹമ്മദ് അഷ്റഫ്, ഷാഹി ഒമാൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, KNM സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർഷാ, സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹസീബ് മദനി, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. മമ്മസ്ര ഇല്ലത്ത് ചാമക്കാല കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ MC മൊയ്തു ഹാജി മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് വിതരണം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. MC കൂട്ടായ്മ പ്രസിഡന്റ് MK അബ്ദുൾ റഹ്മാൻ കുട്ടി അധ്യക്ഷനായി. എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് NU ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി. ചാമക്കാല ജുമാ മസ്ജിദ് ഖത്തീബ് ഷുഹൈബ് ഹുദവി വീൽചെയർ സമർപ്പണം നടത്തി. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ വ്യക്തികൾ എന്നിവരെ ആദരിച്ചു. വാർഡ് മെമ്പർ KS അനിൽകുമാർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ RI സക്കറിയ, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, സ്കൂൾ പ്രിൻസിപ്പൽ രഞ്ജി T പരമേശ്വരൻ, പ്രധാന അധ്യാപകൻ M രാജേഷ്, MC കൂട്ടായ്മ രക്ഷാധികാരി ജമാൽ ഹാജി, സെക്രട്ടറി MCM താജുദ്ദീൻ, ട്രഷറർ MCM നവാസ്, MCK ഇബ്രാഹിം കുട്ടി, ഡോക്ടർ EA അൻവർ, ഹുസൈർ മുഹമ്മദ്, ഷിറാസ് അബ്ദുറഹ്മാൻ, PM അബ്ദുറസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്കിന്റെ നടപടി. RBIയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതാണ് നടപടിക്ക് കാരണം. വായ്പ നൽകുന്നതിന് വിലക്ക്. പണം കടം വാങ്ങുകയോ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യരുത്. ബാങ്കിന്റെ ആസ്തികൾ കൈമാറ്റം ചെയ്യാനും വിൽക്കാനും വിലക്ക്. ഒരാൾക്ക് പരമാവധി 10,000 രൂപ മാത്രമേ പിൻവലിക്കാവൂ എന്നും നിർദ്ദേശം നൽകി. 6 മാസത്തേക്കാണ് നിയന്ത്രണം. എന്നാൽ സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണം നടക്കുകയാണെന്നും RBIയുടെ ടയർ 3 ക്ലാസിഫിക്കേഷനിൽ വരുന്ന ബാങ്കായതിനാൽ നിയന്ത്രണങ്ങൾ കൂടുതലാണെന്നും നിയന്ത്രണങ്ങൾ കുറയ്ക്കുന്നതിനായി 1250 കോടി നിക്ഷേപമുള്ള ബാങ്കിന്റെ നിക്ഷേപം 900 കോടിയാക്കിയെങ്കിലും നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിച്ചില്ലെന്നും ബാങ്കിന് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. രാവിലെ മുതൽ ബാങ്ക് തകർന്നു എന്ന വാർത്ത പരന്നതിനെ തുടർന്ന് നിക്ഷേപകർ പണം പിൻവലിക്കാൻ കൂട്ടമായി ബാങ്കുകളിലേക്ക് എത്തുന്നുണ്ട്. ജില്ലയിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. ജില്ലയിൽ നടക്കുന്ന വിവിധ വികസന പ്രവർത്തികളുടെ അവലോകനവും നടപടികൾ ത്വരിതപ്പെടുത്താനുള്ള കാര്യങ്ങളും വിവിധ വകുപ്പുകളുടെ ഏകോപനം ആവശ്യമുള്ള വിഷയങ്ങളിൽ ചർച്ച നടത്തി. യോഗത്തിൽ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ അനുസ്മരിച്ചു. MLAമാരായ KK രാമചന്ദ്രൻ, NK അക്ബർ, UR പ്രദീപ്, സേവ്യർ ചിറ്റിലപ്പിള്ളി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ K രാജൻ, Dr. R ബിന്ദു, ബെന്നി ബെഹനാൻ MP എന്നിവരുടെ പ്രതിനിധികൾ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TV ഷാജു, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ ബസ്സുകൾ പണിമുടക്കുന്നു. കോർപ്പറേഷൻ ബസ് പാർക്കിംഗ് ഫീസ് 120 രൂപയാക്കി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. തൃശൂരിൽ നിന്ന് കുന്നംകുളം, ഗുരുവായൂർ, കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന ബസ്സുകളാണ് പണിമുടക്കിൽ പങ്കുചേർന്നിട്ടുള്ളത്. മറ്റു റൂട്ടുകളിലേക്ക് പണിമുടക്ക് വ്യാപിപ്പിക്കുമെന്ന ബസ് ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. ശക്തൻ സ്റ്റാൻഡുകളിൽ ബസ്സുകൾ പ്രതിദിനം നൽകേണ്ട ഫീസ് 25 രൂപയിൽ നിന്ന് 120 രൂപയാക്കി ഒറ്റയടിക്ക് കോർപ്പറേഷൻ നിരക്ക് വർദ്ധിപ്പിച്ചത് ഏകപക്ഷീയമായാണെന്ന് ഇവർ ആരോപിച്ചു. സംഘടനകളോട് കൂടിയാലോചിക്കാതെ നടപ്പിലാക്കിയ ഫീസ് വർധനവ് അംഗീകരിക്കാനാകില്ല. ശക്തൻ സ്റ്റാൻഡ് പാടെ തകർന്ന നിലയിലാണ്.
തൂണുകൾ ദുർബലമായതിനാൽ ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന വഴികളെല്ലാം വലിയ കുഴികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതുമൂലം ബസ്സുകൾ തകരാറിലാകുന്നതും അറ്റകുറ്റപ്പണികൾക്കായി വൻതുക ചെലവാകുന്നതും പതിവാണ്. ആകാശപാത വന്നതോടെ ശക്തൻ സ്റ്റാൻഡിന്റെ വടക്കുഭാഗം അടച്ചുകെട്ടിയതിനാൽ ബസ്സുകൾ മറുഭാഗത്തുകൂടെ തിരിഞ്ഞു വേണം സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ. ഇത് ഏറെ ബുദ്ധിമുട്ടും ഗതാഗതക്കുരുക്കും സൃഷ്ടിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടും കോർപ്പറേഷൻ ഇടപെടലുണ്ടായില്ല. ഇതിനു പകരം ഏകപക്ഷീയമായി ബസ്സുടമകളെ ബുദ്ധിമുട്ടിക്കാൻ ഫീസ് വർധനവ് നടപ്പാക്കുകയാണ് ചെയ്തത്. ഫീസ് വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ സമരം വ്യാപിപ്പിക്കുമെന്നും ബസ്സുടമകളുടെ സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9170 രൂപ, പവന് 73,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് പാറപ്പറമ്പ് പണ്ടാരച്ചിറയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തട്ടാരപ്പുരക്കൽ 31 വയസ്സുള്ള സന്ദീപിനാണ് വെട്ടേറ്റത്. ചേർപ്പ് പ്രിയം ബീറ്റ് സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 27ാം ഓർമ്മദിനം ആചരിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളി കന്യാസ്ത്രീകളായ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നിവരെ മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധ റാലി, പ്രാർത്ഥനാ യജ്ഞം എന്നിവ സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ തീരുന്നു. നമസ്കാരം.